ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതാണ് ശാരദയുടെ ആകെയുള്ളൊരു പിടിവള്ളി, ആശ്വാസം. കഷ്ടപ്പാടിന് കിട്ടിയ പ്രതിഫലം. അതിലൊരു വിള്ളല് വന്ന പിന്നെ ഈ ശാരദയില്ല. ഇപ്പോഴാ സമയം കിട്ടിയത്. വരൂ, അകത്തേക്ക് പോ. വാ സത്യാമ്മേ, വാ. സത്യാമ്മയ്ക്ക് സുഖാണോ? ഓ, ഇരിക്ക. ശ്യാമയെ കണ്ടില്ലല്ലോ. ശ്യാമയും ശാരിയും കൂടെ കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്ക. പോയിട്ട് കുറച്ചു നേരമായി, ഇപ്പൊ വരാറായിട്ടുണ്ട്. സത്യം, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. മാത്രല്ല, കുടിക്കുന്നതും കഴിക്കുന്നൊന്നും അല്ലല്ലോ. നമ്മുടെ പെരുമാറ്റവും പരസ്പരമുള്ള സ്നേഹത്തിലും അല്ലേ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ കാണിക്കുന്ന സ്നേഹവും സൗഹൃദമൊന്നും മക്കളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് വലിയ കുറവ് തന്നെയാ. ഞാൻ വന്നതേ ശ്യാമയെ കാണാനും സംസാരിക്കാനുമാ. പറഞ്ഞു തീർക്കാൻ പറ്റുന്നാണെങ്കിൽ നമുക്ക് അങ്ങ് പറഞ്ഞു തീർക്കാലോ. ശ്യാമ അവിടെ ഉണ്ടാക്കിയ ബഹളവും കാര്യങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞു സത്യമേ. വാശിയാ, ഞാൻ പറയുന്ന ഭാഗം ജയിക്കണോ എന്ന വാശി. ആ കാണിക്കുന്ന വാശിയിലൂടെ തകരുന്നത് സ്വന്തം ജീവിതമാണെന്ന് അവൾ ഓർക്കുന്നില്ല. ആ മോളെ, അന്നേ സ്കൂളിൽ വെച്ച് സത്യമോളാണോ പപ്പിയെ തള്ളിയിട്ടത്? ഞങ്ങൾ നോടി കളിച്ചപ്പോ ഒരു വേരി തട്ടി വീണതാ. സത്യ അടുത്ത് നിൽക്കുന്ന കണ്ടപ്പോ ടീച്ചർ എഴുതി സത്യയാണെന്ന്. സത്യനെ ഒന്നും ചെയ്തിട്ടില്ല. സത്യാമ്മയ്ക്ക് ശാരദാമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോള് പോയി കളിച്ചോ. രോഹിത് സത്യയെ കൊണ്ട് പപ്പിയെ മനഃപൂർവ്വം തള്ളി വീഴ്ത്തിയെന്നായിരുന്നു ശ്യാമയുടെ വാദം. വഴക്കും ബഹളവും നമ്മൾ വെക്കുമ്പോ അതിനിടയിലേക്ക് കുട്ടികളെ എന്തിനാ പിടിച്ചിടുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത്ര ചെറുപ്പത്തിലെ അതുങ്ങളുടെ മനസ്സിലേക്കും പരസ്പരം പോരടിക്കാനുള്ള വിത്ത് പാകാനാണോ? ശ്യാമ പറയുന്നത് കേട്ട് നമ്മളും അതിന്റെ പിന്നാലെ പോയാ അവളും നമ്മളും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസാ? ചില നേരത്ത് സത്യമോളുടെയും പപ്പിമോളുടെയും സാമാന്യ അറിവ് പോലും ശ്യാമ കാണിക്കുന്നില്ല. ബുദ്ധിയില്ല, എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല. ഒരല്ലലും ഇല്ലാതെ കഴിയാൻ പറ്റുന്ന സ്ഥലത്ത് ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കി എല്ലാരെയും സങ്കടപ്പെടുത്തി മുന്നോട്ട് പോവുക. അതിൽ നിന്ന് അവക്കെന്ത് സന്തോഷാ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പതേ ഈ കുട്ടികളുടെ അവസ്ഥ എന്നെ കണ്ടില്ലേ? പപ്പിക്കും സത്യക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ സങ്കടവും ഉണ്ട്. ശാരദാമ്മേ, ഇതിങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവരിങ്ങനെ വാശിയും വൈരാഗ്യമായി ജീവിതത്തെ കണ്ട അവരെങ്ങനെ ഒരുമിച്ച് കഴിയും? എനിക്കിപ്പോ ശ്യാമയുടെ ദുഃഖം മാത്രമല്ലല്ലോ, മൂത്ത മകൾ ശാരിയുടെ അവസ്ഥയും കണ്ടല്ലോ. ബന്ധം വേർപെടുത്താനുള്ള ഡൈവോഴ്സ് നോട്ടീസും കൈപറ്റി നിൽക്കുക അവള്. ഒറ്റയ്ക്കുള്ള ജീവിതം മതിയെന്നുള്ള തീരുമാനം അവളെടുത്തേക്കുന്നെ. വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. അതിന്റെ ഭാവിയെക്കുറിച്ച് അതിന്റെ അച്ഛനും ഇല്ല, അമ്മയ്ക്കും ഇല്ല. ആ കുഞ്ഞ് ജനിച്ച അതെങ്ങനെ വളരുമെന്ന് പോലും അവരാരും ഓർക്കുന്നില്ല. ഹാ, കോടതി മുറിയിൽ വളരാനായിരിക്കും അതിന്റെ യോഗം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് സഹിക്കാനും പൊറുക്കാനും ഒന്നും താല്പര്യമില്ല ശാരദാമ്മേ. കാരണം എന്താണെന്നറിയോ? അവരെ താങ്ങാനുള്ള ആളുണ്ടെന്നുള്ള ബലമാണ് അവർക്ക്. ഇന്ന് ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെട്ടാലും ദേഷ്യം കൂടി ഒരടി അടിച്ചാലും അപ്പ പറയുന്ന വാക്ക് നമുക്ക് കോടതി വെച്ച് കാണാന്നാ. ഞാൻ പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും അവരെ അറിയിച്ചു തന്നെ അവരെ വളർത്തണമെന്നാ. ഇന്നത്തെ പല മാതാപിതാക്കളും തങ്ങൾ അനുഭവിച്ചതൊന്നും മക്കൾ അനുഭവിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ അങ്ങ് വളർത്തും. പക്ഷെ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാ. പട്ടിണിയാണെങ്കിൽ പട്ടിണി, അതറിഞ്ഞ് മക്കൾ വളരണം. എന്നാലേ തകർന്നു പോകാൻ സാധ്യതയുള്ള ജീവിതത്തെ അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കൂ. എന്റെ മക്കൾ കാണിക്കുന്ന ഈ വാശിയും വൈരാഗ്യം ഞാൻ കാണിച്ചിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു ജീവിതം പോലും ഇവർക്ക് ആർക്കും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം സഹിച്ച് കണ്ണീര് കൊണ്ട് വിശപ്പടക്കി മക്കളെയും ചേർത്ത് പിടിച്ച്
ദുരിതങ്ങളൊന്നും ഇല്ലാതാക്കി മുന്നേറി വന്നിട്ട് ഞാൻ എന്താ സത്യമേ നേടിയത്? ശാലിനിക്ക് വേണ്ടി മാത്രമേ ഞാനിപ്പോ കരയാതിരിക്കുന്നുള്ളൂ. ബാക്കി 2 മക്കൾക്കും വേണ്ടി ചങ്കു പൊട്ടി ഞാനിപ്പോ ഭഗവാനെ വിളിക്കുക. വിട്ടുപോകാൻ പാകത്തിന് നിൽക്കുന്ന കണ്ണികൾ ഒന്ന് ചേർത്ത് വിളക്കി തരണേന്ന്. ഈ ശാരികയുടെ ഭർത്താവ് കോളേജ് അധ്യാപകനല്ലേ? കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാനുള്ള അറിവും പക്വതയൊക്കെയുള്ള മനുഷ്യനല്ലേ? നിങ്ങളൊന്നു പോയി അവനോട് സംസാരിച്ചിരുന്നെങ്കിൽ ശാരദാമ്മയുടെ പകുതി സങ്കടം മാറി കിട്ടിയാനല്ലോ. അറിവും കാര്യവിവരവും ഒക്കെ ഉണ്ടെങ്കിലും വാശിയുടെ കാര്യത്തിൽ എന്റെ മോളും പിന്നോട്ടല്ല, അവളുടെ ഭർത്താവും പിന്നോട്ടല്ല. ഇവർക്കിടയിൽ കിടന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ രാജീവിന്റെ അമ്മയും അമ്മാവനും എന്തിനും തയ്യാറായി നിൽക്കുന്നുമുണ്ട്. ഈ പറഞ്ഞ രാജീവാണെങ്കിലോ അങ്ങ് വിദേശത്ത്. കേസുമായിട്ട് മുന്നോട്ട് പോവല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല സത്യാമ്മേ. പിന്നെ ശ്യാമയുടെയും രോഹിത്തിന്റെയും കാര്യം, ഇരുവരും 2 ധ്രുവങ്ങളിലാ നിൽക്കുന്നേ. ഒരാള് പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും പറയുന്നത് നമുക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. പിന്നെ ഒരാശ്വാസമുള്ളത് ശാലിനിയുടെയും വിഷ്ണുവിന്റെയും കാര്യത്തിലാ. അവരുടെ ജീവിതത്തില് ഇനിയൊന്നും ഇതുപോലെ സംഭവിക്കില്ല. കാരണം അവർക്ക് പരസ്പരം അറിയാം. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റൊരാൾ പറയുകയോ ചെയ്യുകയോ ഇല്ല. പരസ്പരം ബഹുമാനിക്കുന്നുണ്ട്. അത് തന്നെയാ അവരുടെ ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഞാൻ അവർക്ക് വേണ്ടി പറയുന്നത് അവരുടെ ജീവിതത്തില് ഒരു ചെറിയ കരട് പോലും ഉണ്ടാക്കല്ലേ ദേവീന്ന. കാരണം അതാണ് ശാരദയുടെ ആകെയുള്ളൊരു പിടിവെള്ളി, ആശ്വാസം, കഷ്ടപ്പാടിന് കിട്ടിയ പ്രതിഫലം. അതിലൊരു വിള്ളല് വന്ന പിന്നെ ഈ ശാരദയില്ല. സർ, റിപ്പോർട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്നും ഇനി അനുകൂല റിപ്പോർട്ട് വന്നാലേ ഇനി മുന്നോട്ട് പോകാനാവൂ. നമ്മൾ ഈ കേസിൽ ഉദാസീനത കാണിക്കുന്നുവെന്ന് തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ ഈ കൂടെ വിളിക്കുന്നതിന്റെ പിന്നിലും രാഷ്ട്രീയ സ്വാധീനം തന്നെയാണെന്ന് വെച്ചോ. നമുക്കിപ്പം മറ്റാരെ ഇത് ബോധ്യപ്പെടുത്തണ്ട. സർക്കാരിന്റെ ഭൂമി സർക്കാരിന്. അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ശാലിനി മുന്നോട്ട് പോയാൽ മതി. ഓക്കെ സർ, ശരി.